ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കറൻ്റ്ലി നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യം എങ്ങനെയാണ്, ഏത് സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത്, അതേപോലെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കൺട്രോൾ, ഗിൽറ്റ്, the source, slowing down, the creator, change, possibilities, projections and the fool. അപ്പോൾ നമ്മളിനി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഒരു ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകം ആയിട്ട് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഏത് വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനും ഒക്കെ ഒരു പങ്കുണ്ട്. ഇപ്പം നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം വന്നു ചേരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ വളരെ സന്തോഷത്തോടെ നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടേണ്ടത് നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത്രയധികം അതിനകത്ത് വീണ് പോവാതെ പിടിച്ചു നിൽക്കുക ആണെന്നുണ്ടെങ്കിലും നമുക്ക് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ഒരു നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കോൾഡ് ഫിഗറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ആ ഒരു സ്റ്റിഫ്നെസ് ചിലപ്പോൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റ് ബന്ധങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു നിയന്ത്രണത്തോടു കൂടി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബലം പിടുത്തം, ഒരു ഫ്ലെക്സിബിൾ അല്ലാതെ പോകുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒന്നാണ്. എങ്കിലും പുറമെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാനസികമായിട്ട് അവരെ ഈ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഗിൽറ്റ് എനർജി. ചിലപ്പോൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള കുറ്റബോധമായിരിക്കാം. ഇനിയിപ്പോൾ എത്രയൊക്കെ മനസ്സുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു നിരാശയോ എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ വളരെയധികം നിയന്ത്രിതമായിട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മളുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി വിലയിരുത്തുമ്പോഴാണ് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണോ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷമാണെന്നുണ്ടെങ്കിലും വിഷമത്തിലിരിക്കുന്ന ആൾക്കാരും വിഷമം വരേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കരിയറിലായിക്കോട്ടെ, മറ്റു പല കാര്യങ്ങളിലായിക്കോട്ടെ അവർ ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിനകത്ത് അവർ ഒരു മടി പിടിച്ചിരിക്കാതെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും ആ പറഞ്ഞ മാറ്റങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നും അങ്ങനെ തന്നെ വന്ന് പോയതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ അവർ ഒരു ഉയർച്ചയിലേക്ക് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും അവരുടേതായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റീസ് ആയാലും എല്ലാം നോക്കി നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകാൻ കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. ആ ഒരു ഉയർച്ച താഴ്ചകൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇവർ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്ലോ എനർജിയിൽ പോവാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണ്ട എന്നുള്ളൊരു രീതിയിൽ ഒരു തണുത്തുറഞ്ഞു പോകുന്നൊരു മാനസികാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫയറി നേച്ചറാണ് അവിടെ കാണാൻ കഴിയുന്നത്. കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലതയോടുകൂടി വരുന്നുണ്ട്. അതായത്
ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അങ്ങനെ ഡീപ്പായി പോകുന്നൊരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു ലൈഫിലായിക്കോട്ടെ നമുക്ക് ഈ ഒരു മാറ്റം കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഉയർച്ച താഴ്ചകളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ഇവർ ഒരു കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് അവർ വളരെ പോസായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്നതും, ചില സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കാം. ഇപ്പം നമ്മളിവിടെ സെപ്പറേഷൻ ഫേസിലുള്ള ആ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യം അവരുടെ ഒരു ഓവറോൾ എനർജിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കുറ്റബോധം ഉള്ളതും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മയും. അവരായിട്ട് തന്നെ അതൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ആ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ ചിലപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റു പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അവർക്കതിന് കഴിയാതെ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉയർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ താഴേക്ക് ആ ഒരു ഡൗൺഫോൾ ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും നാളും അവർ ഒരു ഇപ്പം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളോടൊപ്പം ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളതായിരിക്കണം. കാരണം നിങ്ങളുമായിട്ടാണല്ലോ ഇപ്പോൾ ഇവർ അകന്ന് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തടസ്സം നിങ്ങൾക്കിടയിലുള്ളതായിട്ട് ഫീൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്കായ അവസ്ഥയിലായിരുന്നു. അവരായിട്ട് ഇനി കൂടുതൽ ഇതിനകത്ത് ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർ കറങ്ങിത്തിരിഞ്ഞ് ഇതിനകത്തേക്ക് തന്നെ വരുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തിനോ ഒരുങ്ങി പുറപ്പെടാൻ നിൽക്കുന്ന ആ ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമുക്കിതിനകത്ത് കാണാം. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. എന്തെങ്കിലും കെട്ടുപാടുകളോ ബന്ധനങ്ങളോ ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു ജമ്പ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അത് മിക്കവാറും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ എടുത്ത ഒരു തീരുമാനമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺഫ്യൂഷൻ ആങ്സൈറ്റി ഒക്കെ മാറ്റി വെച്ചാൽ മതി. ഇനി അതിനകത്ത് കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട, ഞാനൊരു തീരുമാനം എടുക്കുന്നു, ശരിയോ തെറ്റോ ആയിക്കോട്ടെ എന്നുള്ളൊരു ആംഗിളും ആയിരിക്കാം. കാരണം ഇവിടെ നമുക്ക് ആ ഒരു പോസിബിലിറ്റീസ് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളോടുള്ള ഒരു ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു സമീപനം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചേരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു തടസ്സങ്ങളും മറയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയായിട്ട് തന്നെ കാണാം. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷൻ ഫേസിലുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ. കാരണം അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇതിനകത്തൊരു വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പമായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ പ്രധാനപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശയക്കുഴപ്പമായിരിക്കാം. ആ ഒരു തരത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ആ ഒരു സെപ്പറേഷൻ, ആ ഒരു മതിൽ വന്ന് നിൽക്കുന്നത് പോലെ ആ ഒരു പേഴ്സണ് തോന്നിയിട്ടുള്ളത്. ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്നും മുതിരാതിരുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കാം. ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും മാനസികമായിട്ട് അവർക്ക് ഒരു കുറ്റബോധവും വിഷമവും ഒരുപാട് ആങ്സൈറ്റിയൊക്കെ പേറി നടന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. എന്നാൽ അതിൽ തന്നെ അങ്ങനെ ഇരിക്കാൻ അവർ കൂട്ടാക്കിയിട്ടുമില്ല. തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് വരാൻ, ആക്റ്റീവ് ആകാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിന് പിടിച്ച് നിൽക്കാൻ പറ്റണമെന്നില്ല. അവരുടെ സാഹചര്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഉയർച്ച താഴ്ചകളും ഒക്കെ നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ആംഗിളിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. ആ ഒരു മറയ്ക്ക് പിന്നിലായിരുന്നു ആ ഒരു പേഴ്സൺ. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂഷൻ അപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ആഹ് അതിനുള്ള ഒരു കാഴ്ചയോടെ വെക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങളോടുള്ള ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഒരു ഇമോഷൻസ് എന്താണ്? അപ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണോ ഒരു മുന്നോട്ടുള്ള കാൽവെപ്പ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഡെത്ത്, ജസ്റ്റിസ്,
Two of Swords, Two of Cups, Page of Swords, Ace of Cups, Nine of Swords, King of Wands, Ten of Cups, Six of Wands, Six of Cups, Eight of Pentacles, Fool. ഓക്കെ, ഇനി നമ്മൾ വേറെ കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഫുൾ എനർജി തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു സ്പ്രെഡിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ ചില എനർജീസ് നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നേരത്തെ എടുത്ത് നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ എനർജി ആണെന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അപ്പോൾ ഹൈ ആയിട്ട് നിന്നിട്ടുള്ള പല എനർജീസ് നമുക്ക് അതിനകത്ത് കാണാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ പോലും നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേഷനിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. അതിപ്പോൾ നമ്മൾ പാസ്റ്റോ കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് അറിയില്ല എന്തുകൊണ്ട് സെപ്പറേഷൻ വന്നു എന്നുള്ളത്. ചിലവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുണ്ടാവാം. ചിലതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈഗോ ക്ലാഷസ് കൊണ്ട് അകന്നു പോയവരുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കേസിനകത്ത് അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളായിരിക്കണം എന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അകന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കണം അവിടെ നമുക്ക് നേരത്തെ ഒരു ഗിൽറ്റ് എനർജിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണോ, നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച ആയിക്കോട്ടെ, സെപ്പറേഷൻ ഫേസ് ആയിക്കോട്ടെ, ഇതാണ് ശരി എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകട്ടെ, ചിലപ്പോൾ രണ്ടു പേർക്കും ഇതാണ് നല്ലത് എന്ന് പോലും ഈ ഒരു പേഴ്സൺ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തീരുമാനം അവരുടെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചതായിരിക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, അവർ കുറച്ചൊരു കോൾഡ് ആൻഡ് റിജിഡ് ആയിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ ക്യാമറ ഒന്ന് മറിഞ്ഞ് വീണു. സോ പഴയ ആംഗിളിലല്ല ഇപ്പോൾ ക്യാമറ ഇരിക്കുന്നത്, അതുകൊണ്ട് എല്ലാ കാർഡ്സും ചിലപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏതൊക്കെ ഒരു ഘട്ടത്തിൽ ഇത് തന്നെയാണ് ശരിയെന്ന് പോലും ചിന്തിച്ച് മാറി നിന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ പോലും അവർക്ക് തോന്നിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേഴ്സൺ അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഒരു സാഹചര്യം അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റീസ്, തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോടുള്ളൊരു ഫിയർ, അങ്ങനെ എന്തോ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്തുകൊണ്ടാണ് സെപ്പറേഷൻ വന്നതെന്നുള്ളത് നമ്മൾ പാസ്റ്റ് എനർജി ഒന്നും നോക്കാത്തതുകൊണ്ട് അറിയില്ല. ഇത്രയും തീവ്രമായിട്ടുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവർക്ക് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് വീണ്ടും എടുത്ത ആ ഒരു ഒരു എന്താ പറയുക, ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിലവർക്ക് ഉറച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ആ ഒരു പേഴ്സൺ ഒരു സ്റ്റേബിൾ മൈൻഡ് സെറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് വേർഡ് വേഴ്സസ് ഹേർട്ട് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിലൊരു ഹാർമണിയായിട്ട് പോയാൽ മതി എന്നുള്ളൊരു ചിന്ത ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയൊക്കെ ആ ഒരു പേഴ്സൺ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്കതിന് കഴിയാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. കുറച്ചധികം നാളുകളായിട്ട് അവർ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലൊക്കെ ആയിരിക്കണം. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലായിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. പിന്നെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് സംഭവിക്കുമ്പോഴാണ് അതിനകത്ത് പലർക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് ചെയ്തു കഴിഞ്ഞാലും, എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നോ, നമ്മൾ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു, റിച്വൽസ് ചെയ്യുന്നു, പക്ഷെ ഒന്നും ചെയ്തിട്ടും ഫലം കാണാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ, അതിൽ നമ്മൾ വിഷമിക്കുന്ന ഒരവസ്ഥ ആയിക്കോട്ടെ, അതിന് പോലും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവർ തന്നെ മനസ്സിനകത്ത് കൂട്ടിയും കുറച്ചും ഒക്കെ നടന്നിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ആ ഒരു കോൺടാക്റ്റിലേക്ക് വീണ്ടും വരാൻ, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ യോജിപ്പോടെ പോകാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തിയിരുന്ന അല്ലെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിരുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് അവർക്കൊരു മുക്തി കിട്ടേണ്ടുന്ന ഒരു സമയമായിരിക്കണം. അപ്പോൾ അത്
കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അതാണ് ശരി, ഇങ്ങനെ തന്നെ പോട്ടെ, അതിനകത്തൊരു റീബർത്ത് വേണ്ടാന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയത്ത് പോലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്തിരുന്നു എന്നാണ് ഉള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ചിലപ്പോൾ അവർ പോലും തിരിച്ചറിഞ്ഞത് ആ ഒരു സമയത്തായിരിക്കാം. ആ ഒരു ഓവർഫ്ലോയിങ് ലവ്, അൺകണ്ടീഷണൽ ലവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും, ഇപ്പോൾ ഈ ഒരു എനർജീസ് നമ്മൾ ആദ്യമേ കണ്ടത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ആണ്. എന്നിട്ട് പോലും അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ ഇതാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് അവരുടെ മനസ്സ് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് അവരെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയോ സമാധാനമോ കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. സമാധാനമായിട്ട് ചിലപ്പോൾ അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവർക്ക് ആ ഒരു കുറ്റബോധവും വിഷമവും ഒക്കെ ഉള്ളൊരു പേഴ്സണാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്ത പോലെ ആണ് പുറമെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും മനസ്സിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവാം, ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ടും ഇവർക്കൊരു കുറ്റബോധം ഇല്ലേ, സങ്കടം ഇല്ലേ എന്നുള്ളത്. പക്ഷേ അതവർ ഉള്ളിൽ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിങ്ങനെ നശിച്ചു പോകാനുള്ളതല്ല എന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് അവർ ഡ്രീം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതായിരിക്കണം. കാരണം ഇവരുടെ ആ ഒരു സ്നേഹം നമുക്കിവിടെ കാണുന്നതുകൊണ്ട്, ആ ഒരു ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഫ്ലറിഷ് ആയിട്ട് പോയിരുന്നൊരു കാലം ഇതിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബാക്കപ്പ് ഹിസ്റ്ററി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും വീണ്ടും അതിനകത്തേക്ക് വരാനുള്ള ഒരു പ്രേരണ തോന്നുള്ളൂ. ഇനി വരാനായിട്ട് തോന്നിക്കഴിഞ്ഞാലും അതിനകത്തൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്കും കൂടി വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ്റെ ഒരു തീരുമാനവും കൂടി ഉള്ള ഒരു സമയമായിട്ട് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു മനസ്സിലുള്ളത് എന്താണോ അത് നിങ്ങളെ അറിയിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളോടത് ആഹ്, എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് പറയാതിരുന്ന, ഇപ്പം നമ്മളിവിടെയൊക്കെ കണ്ടതുപോലെ അത്രയും സ്നേഹവും താല്പര്യവും ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ സ്പൈ ചെയ്തിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് നിങ്ങളോട് തന്നെ പറയാനായിട്ട്, നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആരുടെയൊക്കെ പേഴ്സൺസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്കൊരു മുന്നിലേക്ക് വരാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മാറ്റം അവർക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട്, കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞ പോലെ, എത്രമേൽ ആ ഒരു പേഴ്സൺ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, അല്ല ഈ ഒരു സെപ്പറേഷനാണ് ശരി, ഇങ്ങനെ പോട്ടെ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അവർ പുറത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് അതിനുള്ളൊരു ആർജവം കിട്ടിയിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം ഇനിയും ആ ഒരു പേഴ്സണെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് നമുക്ക് വളരെ ഡീപ്പായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ആ ഒരു ഓൾഡ് സോൾ കണക്ഷനൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലാണ് നോക്കിക്കാണുന്നത്. ചിലവരെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അത്രയും നീണ്ട ബന്ധമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു കണക്ഷനിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടാവും. പരസ്പരമുള്ള ഒരു അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് കാണാതിരിക്കുമ്പോഴുള്ള വിഷമം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ലൈഫിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അതായത് ചില കണക്ഷനൊക്കെ നമ്മളിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് വേദനിച്ചു കഴിഞ്ഞാലും അത് ഓക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അവർ നമ്മളുടെ ലൈഫിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കണ്ടതുപോലെ ഇല്ല, ഓക്കെയാണ്, എനിക്ക് ഇങ്ങനെ തന്നെ പോവാം, കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് വരിക, വീണ്ടും ഒരു ഡബിൾ മൈൻഡിൽ വരിക. അങ്ങനെ പോകാനായിട്ട് ഉദ്ദേശിക്കുമ്പോഴാണ് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്കത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് അവർ കാലെടുത്ത് വെക്കണം. ഒരുപാട് തടസ്സങ്ങൾ സ്റ്റിൽ ഉണ്ടാവാം. ആ ഒരു പേഴ്സൺ നേരത്തെ പോലെ ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നൂറുകണക്കിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ചികഞ്ഞെടുക്കാനായിട്ട് ഉണ്ടാവാം. പക്ഷേ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഭാരമില്ലാതെ ഇതിനകത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ. ആ ഒരു പരിചിതമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ഫ്രഷ് ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നോ കോൺടാക്റ്റിൽ നിന്ന് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനായിട്ട് അവരുടെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
നമുക്ക് രണ്ട് സ്പ്രെഡിനകത്തും ആ ഒരു എനർജി തന്നെ കോമൺ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഒരു തീരുമാനമാണ് അതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ചില സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നീട് മാറാറുണ്ട്. ഇമോഷൻസ് പിന്നെയും ഒരു എനർജിയിലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക, വീണ്ടും കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. വരുന്നത് എന്തും വരട്ടെ, ഞാനത് ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. Number 10, letter U, letter T, number 24, letter G, number 19, Leo zodiac sign, കാസർഗോഡ്, അനിഴം നക്ഷത്രം, അശ്വതി നക്ഷത്രം, എറണാകുളം, number 30, number 3, ട്രിവാൻഡ്രം, കണ്ണൂർ, പൂരുട്ടാതി നക്ഷത്രം, ഉണർദം നക്ഷത്രം, number 27, തൃശ്ശൂർ ആൻഡ് ഇടുക്കി. ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു സ്ട്രോങ് ബോണ്ടിങ്, ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാകുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ലെയിം ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സമയമാണ് ആ ഒരു റൈറ്റ് ടൈമിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ടൈമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.